റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 9-10 വാക്യം ഒന്ന് വായിച്ചേ. വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവർത്തി തന്നെ. ഓക്കെ, അടുത്ത് 15:2. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മിക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. ഓക്കെ, ഇനി അടുത്ത് ജെയിംസ് 2:8. എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായ പ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നല്ലത്. ഫൈൻ. അടുത്ത് ഗലാത്യർ 5:14 നോക്കിയേ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായ പ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. വെരി ഗുഡ്. അപ്പോൾ അത് അടുത്ത് 6:10 നോക്കിയേ. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്ര വാക്യങ്ങളാണ് നോക്കിയേ. കർത്താവ് പറഞ്ഞ ആ വചനത്തെ അല്ലെങ്കിൽ ശരിക്കും ആ കൽപ്പനയെ ബേസ് ചെയ്തിട്ട് അപ്പോസ്തലന്മാരും പൗലൂസും ഒക്കെ പറയുന്ന അതേ വാക്യത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എഴുത്തുകളിലെല്ലാം ജനങ്ങളെ പ്രബോധിപ്പിക്കുന്ന ഒരു വാക്യം അല്ലേ. അപ്പോൾ പഴയ ന്യായപ്രമാണം നീക്കപ്പെട്ട മോശയുടെ ന്യായപ്രമാണം എന്താണ് നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അതിനകത്ത് 10 കൽപ്പനകളുണ്ട്, ഉപകൽപ്പനകളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, യാഗങ്ങളുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ന്യായപ്രമാണത്തെ മാറ്റിയിട്ടാണ് കർത്താവ് 2 കൽപ്പനകൾ നൽകുന്നത്. അതിൻ്റെ ആദ്യത്തെ കൽപ്പന നമ്മൾ കണ്ടു, എന്തായിരുന്നു? പിതാവാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ സ്നേഹിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കൽപ്പന. എന്നിട്ട് കർത്താവ് പറഞ്ഞു, രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ആ കർത്താവ് പറഞ്ഞ രണ്ടാമത്തെ കൽപ്പനയാണ് ഈ വാക്യങ്ങളിലെല്ലാം. എവിടെയാണ്? റോമാലേഖനത്തിനകത്ത് പൗലൂസ് പറയുന്നതും യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്നതും ഗലാത്യർ ലേഖനത്തിനകത്ത് പൗലൂസ് പറയുന്നതെല്ലാം ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ അതേ കാര്യത്തെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ റോമലേഖനത്തിനകത്തും ഗലാത്യർ ലേഖനത്തിനകത്തും എഴുതിയിരിക്കുന്നത് ഈ ന്യായപ്രമാണത്തിൻ്റെ അകത്തുള്ള സകലതും ഈ ഒരൊറ്റ കൽപ്പനയ്ക്കകത്ത് അന്തർലീനമാണെന്ന് അല്ലേ, ഇൻക്ലൂസീവാണ്. ഈ ഒറ്റ കൽപ്പനയ്ക്കകത്ത് സകല ന്യായപ്രമാണവും ഇൻക്ലൂസീവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കൽപ്പനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അത്രയും ശ്രേഷ്ഠമാണ്. അപ്പോൾ എല്ലാവർക്കും ദൈവത്തോട് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ദൈവത്തോട് ഭയങ്കര ബഹുമാനമാണ്, ദൈവികമായ കാര്യങ്ങൾക്കകത്ത് ഭയങ്കര എരിവാണ്. പള്ളി പോകാനും ആരാധനയ്ക്ക് പങ്കെടുക്കാനും ധ്യാനത്തിന് കൂടാനും അങ്ങനെ പള്ളി സംബന്ധമായ വിഷയങ്ങളും ആ പള്ളിക്കകത്തുനിന്ന് വെളിയിലുള്ള കൂട്ടായ്മകൾക്ക് പോകാനും ഇങ്ങനെ ആത്മീയ കൂട്ടായ്മകൾക്കൊക്കെ പോയി ദൈവത്തിന് വേണ്ടി ഭയങ്കര എരിവാണ്. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ഫേസ് ടു ഫേസ് കാണാൻ പറ്റുന്ന കൂട്ടുകാരനെയും അയൽക്കാരനെയും സഹോദരങ്ങളെയും അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുക അല്ലേ? അപ്പോൾ ഈ 2 കൽപ്പനകളാണ് ശരിക്കും ആ പുത്രത്വത്തിനകത്തുള്ള ശ്രേഷ്ഠമായ കൽപ്പനകൾ. അപ്പോൾ പുത്രത്വം കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ പിതാവുമായിട്ടുള്ള ബന്ധത്തെ പോലെ തന്നെ സാഹോദര്യ ബന്ധത്തിന് ഈക്വലായിട്ട് സമത്വമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അപ്പോസ്തലന്മാരും ജീസസ് ക്രൈസ്റ്റും പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ന് മുതൽ നമുക്കിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ പറ്റും? യേശു കർത്താവ് പറഞ്ഞ കൽപ്പന എന്താ? നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അങ്ങനെയല്ലേ? അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് കർത്താവ് അങ്ങ് വിട്ടില്ല. നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ അയൽക്കാരനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും കർത്താവ് അവിടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അപ്പം നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെയും അയൽക്കാരനെ സ്നേഹിക്കണം. യേശു കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെയും നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനകത്ത്, നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് തമ്മിലുള്ള വ്യക്തികൾ തമ്മിലും
നമ്മുടെ അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തിനകത്തും നമ്മുടെ സഹോദര്യ ബന്ധത്തിൽ നിൽക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിലും അല്ലെ ഒരു ഭവനത്തിനകത്ത് ജീവിക്കുന്ന വ്യക്തികൾ തമ്മിലൊക്കെയുള്ള ഈ ഒരു സ്നേഹപ്രകടനം. എന്നെപ്പോലെ തന്നെ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്, എന്നെപ്പോലെ തന്നെ ഞാൻ അയൽക്കാരനെ സ്നേഹിക്കുന്നുണ്ട്, എന്നെപ്പോലെ തന്നെ ഞാൻ എൻ്റെ വിശ്വാസികളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുന്ന തരത്തിൽ. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ പുറമേ നമ്മൾ ആർഗ്യൂ ചെയ്യുമെന്നുണ്ടെങ്കിലും അകത്ത് ദേഷ്യമോ വിദ്വേഷമോ പകയോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് ശരിക്കുള്ള സാഹോദര്യ ബന്ധം. അനിഷ്ടങ്ങൾ വരുമ്പോൾ അത് തുറന്ന് കാണിക്കുന്നു, തുറന്ന് പറയുന്നു, തുറന്നതങ്ങ് തീരുന്നു. പക്ഷേ അകമേ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് പറയുന്ന സ്നേഹബന്ധത്തിനകത്തുള്ള കാര്യം എപ്പോഴും പുറം പൂച്ചുകളിലല്ല, അല്ലെങ്കിൽ പുറമേയുള്ള ഔട്ടറായിട്ടുള്ള കാര്യങ്ങളിലല്ല, ഹൃദയബന്ധത്തിനകത്താണ് ശരിക്കുമുള്ള കാര്യം കർത്താവ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് കൊല ചെയ്യരുതെന്ന്. നീ കൊല ചെയ്യുമ്പോഴല്ല, നിൻ്റെ ഹൃദയത്തിൽ നിൻ്റെ സഹോദരനെ മൂഢ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, നിസ്സാര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ തന്നെ നിൻ്റെ എന്ത് വന്നു, ന്യായവിധി വന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൃഷ്ടിക്കകത്ത് പ്രവൃത്തിയിലല്ല കാര്യം, പ്രവർത്തിക്കുന്നതിന് മുന്നേ നിൻ്റെ മനസ്സേത് രീതിയിലാണ്, നിൻ്റെ ഹൃദയം ഏത് രീതിയിലാണ് എന്നുള്ളിടത്താണ് കർത്താവ് വിലയിടുന്നത്. ഓക്കെ, ഇത് ഒരു കോണ്ടസ്റ്റ്. ഇനി ഞാൻ അടുത്തൊരു കോണ്ടസ്റ്റ് പറയാം. യേശു കർത്താവ് ശിഷ്യന്മാരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ? ആ വാക്യം അങ്ങനെ തന്നെയല്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ യേശു കർത്താവ് എപ്പോഴും സഞ്ചരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നാണെന്ന് നമുക്കറിയാം. യേശു കർത്താവ് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് യേശുവിനെ തോളിൽ കൈയൊക്കെ ഇട്ട് ദൂരത്ത് മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് ആ സീനൊന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവ് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ, വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ പത്രോസ് വന്ന് യേശുവിൻ്റെ തോളിൽ കൈയിടാൻ പാകത്തിന് യേശുവിൻ്റെ അവിടെ അത്രയും സൗഹൃദ ബന്ധത്തിലാണ് പത്രോസ് അല്ലേ? ആ ഒരു ശരിക്കുമുള്ള തീവ്ര ബന്ധത്തിനകത്ത് യേശുവിൻ്റെ തോളിൽ കൈയിട്ട് പത്രോസ്, ബാ യേശുവെ നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പതുക്കെ യേശുവിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചെവിയിൽ ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ, ഇങ്ങനെ മിണ്ടരുത്, അത് നിനക്ക് ശരിയാവത്തില്ല, ഇത് നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യേശുവിൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചില കാര്യങ്ങളൊക്കെ പത്രോസ് മാറ്റി നിർത്തി മിണ്ടിയപ്പോൾ യേശു എങ്ങനെ പ്രതികരിച്ചത്? അപ്പോൾ സൗഹൃദത്തിലാണ്, നല്ല ഹൃദയബന്ധത്തിലാണ്, അവർ തമ്മിൽ പരസ്പരം ഭയങ്കര യൂണിറ്റിയിലാണെങ്കിൽ പോലും ദൈവഹിതത്തിനെതിരെ, ദൈവ പദ്ധതിക്കെതിരെ പത്രോസ് സംസാരിക്കുമ്പോൾ യേശു കർത്താവ് പച്ചയ്ക്ക് അങ്ങ് മുഖത്ത് നോക്കി വിളിക്കുക, സാത്താനെ നീ എന്നെ വിട്ടുപോകും, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളതത്രേ നിരൂപിക്കുന്നത്. ആർക്കുള്ളതല്ല? നീ ദൈവത്തിനുള്ളതല്ല, പിന്നെ ആർക്കുള്ളതാണ്? മനുഷ്യർക്കുള്ളത്. അപ്പോൾ യേശു കർത്താവിൻ്റെ പെർസ്പെക്റ്റീവിലും രണ്ട് ആസ്പെക്ട്സ് കിടപ്പുണ്ട്. ദൈവഹിതത്തിനനുസരിച്ചിട്ടുള്ള കാര്യമുണ്ട്, മനുഷ്യൻ്റെ ഹിതത്തിനനുസരിച്ചിട്ടുള്ള കാര്യമുണ്ട്. സോ പത്രോസ് വളരെ മൂർച്ചയോടുകൂടെ, വളരെ സ്നേഹത്തോടുകൂടെ, വളരെ കരുതലോടുകൂടെ, വളരെ 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 ദാഹത്തോടുകൂടെ, ആവേശത്തോടുകൂടെ തന്നെയാണ് കർത്താവിൻ്റെ അടുത്ത് മിണ്ടുന്നത്. ആ മിണ്ടുന്നതിൻ്റെ പിന്നിൽ വേറെ ദുരുദ്ദേശമൊന്നുമില്ല, സ്നേഹം തന്നെയാണ്. കർത്താവിനൊന്നും വരരുത്, കർത്താവിൻ്റെ പ്രാണന് ആപത്തുണ്ടാകരുത്, കർത്താവിന് ശരിക്കും ദീർഘായുസ് ഉണ്ടാകണം, അതുകൊണ്ട് മരിക്കാൻ പാടില്ല, നിനക്കങ്ങനെ ആപത്തൊന്നും സംഭവിക്കരുത് എന്നുള്ള സദുദ്ദേശത്തിൽ തന്നെയാണ് പത്രോസ് സംസാരിക്കുന്നത്. പക്ഷേ യേശു പറയുന്നു, പത്രോസ് ഇത് മാനുഷികമാണ് പത്രോസേ. അപ്പോൾ യേശു കർത്താവ് സ്നേഹത്തിലുമല്ല അപ്പോൾ സംസാരിക്കുന്നത്, നല്ല ഷൗട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ പെർസ്പെക്റ്റീവിനകത്ത്, അല്ലെങ്കിൽ പിതാവാം ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിനകത്തും രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് ദൈവികമായ പെർസ്പെക്റ്റീവുണ്ട്, മാനുഷികമായ പെർസ്പെക്റ്റീവുണ്ട്. നമ്മളൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും പരിചരിച്ചും ഒക്കെ വരുന്നത് ഈ മാനുഷികമായ കൺസെപ്റ്റിനകത്തായതുകൊണ്ട് നമ്മുടെ നിഗമനങ്ങൾ പലപ്പോഴും, നമ്മുടെ വിലയിരുത്തലുകൾ പലപ്പോഴും, നമ്മുടെ വിവേചനങ്ങൾ പലപ്പോഴും മാനുഷികമായി പോകാം. അപ്പോൾ നമ്മൾ പരിശീലിക്കേണ്ടത് കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ, ആ സാഹോദര്യ ബന്ധമെന്ന് പറയുമ്പോൾ അവിടെ മാനുഷികതയിലല്ല എന്നുള്ളത് ഒന്ന് ഓർക്കണം. ഏതിലാ? ദൈവീക ഭാവത്തിലാണ് ആ സ്നേഹം വരേണ്ടത്, മാനുഷിക ഭാവത്തിലല്ല.
അപ്പോൾ എപ്പോഴും നമ്മൾ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ, ചില കാര്യങ്ങൾ പ്രതികരിക്കുമ്പോൾ, ചില കാര്യങ്ങളെ വിവേചിക്കുമ്പോൾ തൂക്കി നോക്കണം. ഞാൻ ഈ സംസാരിക്കുന്നത് മാനുഷിക ഭാവത്തിലാണോ, അതോ ഞാൻ ഈ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്ന ആ വിവേചന ബുദ്ധിയിൽ ആത്മാവിൽ നിന്ന് തന്നെയാണോ, ദൈവഹിതം വെച്ച് തന്നെയാണോ ഞാൻ സംസാരിക്കുന്നത്, പ്രതികരിക്കുന്നത്, വിവേചിക്കുന്നത് എന്നുള്ളത് നാം തൂക്കി നോക്കണം. ആ രീതിയിലാണ് ശരിക്കും അയൽക്കാരനെ, സ്നേഹിതനെ, കൂട്ടുകാരനെ, സഹോദരനെ സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ അവരോട് ഇടപെടേണ്ടത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ആത്മാപ്രമാണത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ശരിക്കുമുള്ള വിവേചന ബുദ്ധിയിൽ നിന്നാണ് നമ്മൾ ആത്മീയ കാര്യങ്ങളെ ചിന്തിക്കുകയും പരിശീലിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കൽപ്പനയുടെയും പശ്ചാത്തലമെന്ന് പറയുന്നത് ആത്മാവിൽ നിന്ന് തന്നെ ആകണം. അപ്പോൾ നമുക്ക് ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം എവിടെയുണ്ട്? യേശുവിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വെച്ച് നോക്കുമ്പോൾ, യേശുവും അപ്പോസ്തലന്മാരും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ, യേശുവും മറ്റുള്ള ജനങ്ങളും തമ്മിലുള്ള ബന്ധം നോക്കുമ്പോൾ, യേശുവും യേശുവിൻ്റെ ചാർച്ചക്കാരും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ, സോ എല്ലാ തരത്തിലും ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ മാതൃക നമുക്ക് ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ, അതിനെ ഒന്ന് വിവേചിക്കാമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിനകത്ത് പെട്ടെന്ന് നമുക്ക് ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും സാഹോദര്യ ബന്ധം എന്ന് പറയുമ്പോൾ ഏതിൽ കയറി പിടിക്കരുത്? മാനുഷിക സ്നേഹത്തിൽ കയറി പിടിക്കരുത്. എവിടെ തന്നെ നോക്കണം? അത് ദൈവീകമായ ഭാവത്തിൽ തന്നെ നോക്കണം, ദൈവഹിതത്തിൽ തന്നെ നോക്കണം.